പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി. തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള പ്രതികരണം ഫലം പുറത്തു വന്ന ആ നിമിഷത്തിൽ തന്നെ മാധ്യമപ്രവർത്തകരുമായി അന്ന് പങ്കുവച്ചതാണ്. ഇന്നിപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ചില ബാക്കി പത്രങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വന്ന ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തുള്ള പല പ്രശസ്ത വ്യക്തികളും പിന്തുണ അറിയിക്കുകയുണ്ടായി. എന്നാൽ തൊട്ടടുത്ത നിമിഷം മുതൽ അങ്ങനെ പിന്തുണച്ചവരെയെല്ലാം ഹീനമായി വേട്ടയാടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്തുണയ്ക്കുന്നവരെ അശ്ലീലം പറയുക, അധിക്ഷേപിക്കുക, ഭീഷണിപ്പെടുത്തുക, തെറിയഭിഷേകം നടത്തുക, ഇതൊക്കെയാണ് നവമാധ്യമങ്ങളിൽ അരങ്ങു തകർത്തത്. കേരളം ഏറെ ആദരവോടെ കാണുന്ന പ്രമുഖ നാടക കലാകാരിയാണ് നിലമ്പൂർ ഐഷ. നിലമ്പൂർ ഐഷയ്ക്ക് വയസ്സ് 90 പ്രിയപ്പെട്ട ഐഷാത്തയെ ഇടതുപക്ഷത്തെ പിന്തുണച്ചതിൻ്റെ പേരിൽ എത്രമാത്രം ഹീനമായാണ് വേട്ടയാടിയത്. അശ്ലീല അധിക്ഷേപങ്ങൾ നടത്തുന്നു, തെറി വിളിക്കുന്നു, ഭീഷണി ഉയർത്തുന്നു. 90 വയസ്സിലും ഇടതുപക്ഷത്തെ പിന്തുണച്ചാൽ നാടാകെ ആദരിക്കുന്ന ഒരു വനിതയ്ക്ക് ഇങ്ങനെയൊക്കെയാണ് അനുഭവങ്ങൾ എന്ന് നാം കാണണം. ശ്രീമതി KR മീര ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത എഴുത്തുകാരിയാണ്. എത്ര ഹീനമായാണ് അവർ അവഹേളിക്കപ്പെടുന്നത്, ആക്രമിക്കപ്പെടുന്നത്. അവർക്ക് തന്നെ ഇപ്പോൾ നിലപാട് വീണ്ടും ആവർത്തിക്കേണ്ടതായി വന്നു. ഹരിത സാവിത്രി കേരളത്തിലേറെ വായിക്കപ്പെടുന്ന ഒരു നോവലിസ്റ്റാണിപ്പോൾ. ഇതേ അനുഭവം അവർക്കുമുണ്ടായി. സ്ത്രീകളാണ് എന്നതുകൊണ്ട് ആക്രമണത്തിൻ്റെ ശക്തിയും വർദ്ധിച്ചു വരുന്നുണ്ട് എന്ന് നാം കാണണം. മറ്റ് എല്ലാ പുരോഗമന നിലപാട് സ്വീകരിച്ച എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരുമായവർക്കെല്ലാം ഈ അനുഭവം തന്നെയാണ് നേരിടേണ്ടി വന്നത്. ഇവരാരെങ്കിലും ഈ അധിക്ഷേപങ്ങളും തെറിവിളികളും കേട്ടാൽ ഭയപ്പെട്ടു പോകും എന്ന് ഞാൻ കരുതുന്നില്ല. നിലമ്പൂർ ഐഷ വെടിയുണ്ടകളെ തോൽപ്പിച്ച കലാകാരിയാണ്. ഭീരുക്കളുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് ജീവൻ രക്ഷപ്പെട്ട അനുഭവമാണ് അവരുടെ ചരിത്രം. ശ്രീമതി KR മീര കൽബുർഗി വെടിയേറ്റ് വീണ ഘട്ടത്തിൽ പോലും ഭഗവാന്റെ മരണം പോലെയുള്ള കരുത്തുറ്റ കൃതികൾക്ക് ജന്മം നൽകിയ എഴുത്തുകാരിയാണ്. ഹരിത സാവിത്രിയും തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ നിർഭയം ആ ഘട്ടത്തിൽ തന്നെ തുറന്നു പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇവിടെ പരിശോധിക്കേണ്ടത് ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നതിൻ്റെ പേരിൽ ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നത് നിശബ്ദമായി നേരിടേണ്ടതാണോ എന്നതാണ്. ഈ ഘട്ടത്തിൽ സാംസ്കാരിക രംഗത്തുള്ള മറ്റു ചിലർ ഈ ആക്രമണത്തെ ശക്തിപ്പെടുത്തും വിധം വലതുപക്ഷത്തിന് അനുകൂലമായ അഭിപ്രായ പ്രകടനങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടു. എഴുത്തുകാർ കക്ഷി രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കരുത് എന്ന സിദ്ധാന്തമൊക്കെ അവർ അവതരിപ്പിച്ചു. അക്കൂട്ടത്തിൽപ്പെട്ട ഒരാൾ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിലമ്പൂരിൽ തന്നെ വന്നു. മറ്റൊരാൾ റോഡ് ഷോയിലും പങ്കെടുത്തു. പക്ഷേ അവർക്കൊന്നും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായില്ല. അവരെയൊന്നും ഏതെങ്കിലും തരത്തിൽ വിമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. നിലപാടുകൾ ഓരോരുത്തരുടെയും ബോധ്യങ്ങളാണ് ആവണം. UDFനെ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്ന സാംസ്കാരിക പ്രവർത്തകർ സ്വാഭാവികമായും ആ നിലപാട് സ്വീകരിക്കുന്നതിന് കുറ്റപ്പെടുത്താനാവില്ല. പക്ഷേ എല്ലാവരും ഞങ്ങളുടെ പാത പിന്തുടരണം എന്നാണ് ഇവർ പറയാതെ പറയുന്നത്. അഥവാ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അത് വലതുപക്ഷത്തെ ആവണം. ഇടതുപക്ഷത്തെ പിന്തുണച്ചാൽ തെറി വിളിച്ച് കണ്ണുപൊട്ടിക്കും, അശ്ലീലം പറയും, ആക്ഷേപിക്കും, നിരന്തരം ആക്രമിക്കും എന്നതാണ് നില. ഇത് നിശബ്ദമായാണ് ചിലർ ഈ കാര്യങ്ങൾക്കൊക്കെ സാക്ഷികളാവുന്നത്. ഏതെങ്കിലും ഇടതുവിരുദ്ധർക്കെതിരെ ന്യായമായൊരു വിമർശനമെങ്കിലും ആരെങ്കിലും ഉയർത്തിയാൽ അപ്പോൾ സൈബർ ആക്രമണമെന്നും ഉറവിളി കൂട്ടുന്നവരെയൊന്നും ഇവിടെ നാം കാണുന്നില്ല. 90 വയസ്സായ ഐഷാത്ത ഉൾപ്പെടെ വലതുപക്ഷത്തിൻ്റെ സംസ്കാരരഹിതമായ ആക്രമണത്തിന് വിധേയമാകുമ്പോഴും നമ്മുടെ നാട്ടിൽ ഏറെ പേർ നിശബ്ദമായിരുന്ന് കാഴ്ചക്കാരുടെ റോളിൽ ഇരിക്കുകയാണ്. നിലപാട് പറയേണ്ടവർ, അഭിപ്രായം പറയേണ്ടവർ നിശബ്ദത പാലിച്ചുകൊണ്ട് സ്വയം അടയാളപ്പെടുത്തുന്നുണ്ട്. ഏതൊരാൾക്കും നിർഭയം നിലപാടുകൾ പറയാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിൽ മാത്രമേ
ജനാധിപത്യം അർത്ഥപൂർണമാവുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ സംഘടിതമായ ഒരാക്രമണമാണ് ഇടതുപക്ഷ അനുകൂല നിലപാട് സ്വീകരിക്കുന്നവർക്ക് നേരെ ഉണ്ടാവുന്നത്. അതിൻ്റെ അടുത്ത ഒരു ഘട്ടം അവർ പിന്തുണച്ച സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്നെയും ആക്രമിക്കുക വ്യക്തിപരമായി തന്നെ എന്നതാണ്. തിരഞ്ഞെടുപ്പ് ഘട്ടം മുതൽ അത് ആരംഭിച്ചു. അതിൻ്റെ മുഖ്യ ഭാവം പരിഹാസമാണ്. പരിഹാസം, അധിക്ഷേപം, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, ഇങ്ങനെയൊക്കെ ആണ് ഇപ്പോഴത്തെ വലതുപക്ഷത്തിൻ്റെ ആക്രമണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ മറുപടി അർഹിക്കുന്നുണ്ടോ എന്നതൊരു പ്രശ്നമാണ്. ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളെയും ആക്രമണങ്ങളെയും വലിയ ഗൗരവത്തോടു കൂടി കാണുന്ന നിലയല്ല നിലവിലുള്ളത്. എന്നാൽ ഇത് ഏതാനും ചിലരിൽ നിന്നും ഏറ്റുവാങ്ങി ജമായത്തിൻ്റെ ചാനൽ ഒരു നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമം എന്ന നിലയിൽ ഏറ്റുവാങ്ങി പ്രചരിപ്പിക്കുന്നതിലേക്കും എത്തിയിരിക്കുകയാണ്. ഇത്തരം ഘട്ടത്തിലാണ് ചില കാര്യങ്ങൾ ഒന്ന് പരാമർശിച്ചു പോകാം എന്ന് ഞാൻ കരുതുന്നത്. ഈ ആക്രമണങ്ങൾക്ക്, ഈ അധിക്ഷേപങ്ങൾക്ക്, ഈ നിരന്തര പരിഹാസത്തിന് നേതൃത്വം കൊടുക്കുന്നയാൾ ഒരു മാധ്യമ പ്രവർത്തകനാണത്രേ. അദ്ദേഹം ആ മാധ്യമത്തിൻ്റെ ഒരു പ്രത്യേക അസൈൻമെൻ്റായി ഏറ്റെടുത്തിട്ടുള്ളതാണോ ഈ കാര്യം എന്നറിയില്ല. സത്യത്തിൽ ഇതൊന്നും മറുപടി അർഹിക്കുന്നതുമല്ല. കാരണം ഇനി പിണറായി അധികാരത്തിൽ നിന്നും ഇറങ്ങുന്ന ദിവസമേ കേരളത്തിൽ കാലുകുത്തൂ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണത്രേ ഇദ്ദേഹം. പറഞ്ഞ വാക്കിന് വല്ല വിലയും കൽപ്പിക്കുന്നയാളാണെങ്കിൽ അദ്ദേഹം ഇപ്പോഴും കേരളത്തിൽ വന്നിട്ടുണ്ടാവില്ല. പിണറായി ഇറങ്ങുന്ന ദിവസവും കാത്ത് ഇരിക്കുകയായിരിക്കും. വർഷങ്ങളായി ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അദ്ദേഹം പറയുന്ന വാക്കിന് വില കൽപ്പിക്കുന്നയാളാണോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. എന്തു തന്നെയായാലും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ അധിക്ഷേപ യജ്ഞം ആരംഭിച്ചിട്ടുള്ളത്. അതിന് ഓരോന്നായി തെറി വിളിക്കാൻ കാത്തു നിൽക്കുന്നവർക്ക് അദ്ദേഹം തയ്യാറാക്കി കൊടുക്കുകയാണ്. അതിനെല്ലാം മറുപടി പറയാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നാട് കാര്യങ്ങളെ ശരിയായി തിരിച്ചറിയും എന്ന കാര്യത്തിൽ സംശയവുമില്ല. എന്നാൽ ചില കാര്യങ്ങൾ പറഞ്ഞു പോകണം എന്നാണ് തോന്നുന്നത്. ഒന്ന്, വർഷങ്ങൾക്ക് മുൻപ് എപ്പോഴോ നടത്തിയ ഒരു പ്രസംഗത്തിൽ ഗോഡ്സെയും ദേവദാസ് ഗാന്ധിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നതായി ഞാൻ പരാമർശിക്കുന്നു. അത് പ്രസംഗത്തിൽ പരാമർശിച്ചതോടെ അന്നൊന്നുമില്ലാത്തൊരു വിവാദം ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയെ നടന്നിട്ടില്ലെന്നും അതിന് തെളിവുകളില്ലെന്നും ഏതോ ഒരു നാടകത്തിലോ മറ്റോ ഇങ്ങനെയുള്ളത് കണ്ടിട്ടാണ് ഞാനിത് പറയുന്നത് എന്നുമാണ് ഇക്കൂട്ടർ ആക്ഷേപിക്കുന്നത്. സത്യത്തിൽ ആ പ്രസംഗം കേൾക്കുന്ന ഏതൊരാൾക്കും അറിയാം എന്താണ് ആ പ്രസംഗത്തിൻ്റെ ലക്ഷ്യം, ഉദ്ദേശം. എനിക്ക് തോന്നുന്നു 3-4 വർഷം മുൻപുള്ള ഒരു പ്രസംഗമാണത്. ആ ഘട്ടത്തിൽ കേരളത്തിലെയും രാജ്യത്തെയും മാധ്യമങ്ങൾ ഗാന്ധി ഘാതകൻ ആര് എന്ന് പോലും പറയാൻ മടിക്കുന്ന ഒരു ഘട്ടമാണ്. ഗാന്ധിജി എങ്ങനെ കൊല്ലപ്പെട്ടു, നിശബ്ദത പാലിക്കുകയാണ്. ഗാന്ധിജിയെ ആര് കൊന്നു, അവിടെയും മൗനമാണ്. അത്തരമൊരു ഘട്ടത്തിൽ ഗാന്ധിജിയെ ആര് കൊന്നു എന്നും എന്തിനു കൊന്നു എന്നും വിശദീകരിക്കുക എന്നതാണ് ആ പ്രസംഗത്തിൻ്റെ ലക്ഷ്യം. ഞാനത് ഏതെങ്കിലും ഒരു നാടകം കണ്ട ആവേശത്തിൽ പ്രസംഗിച്ചതുമല്ല. ഇവരീ പറയുന്ന നാടകം ഞാൻ കണ്ടിട്ടുമില്ല. മറിച്ച് ഞാൻ ഓർക്കുന്നത് അതിനും കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം ആ പ്രസംഗം നടത്തുന്നതിൻ്റെ സമീപ ദിവസങ്ങളിൽ എപ്പോഴോ വായിച്ചതാണ്. ആ ഓർമ്മയിൽ നിന്നാണ്, ആ ലേഖനത്തിൽ നിന്നാണ് ആ ഭാഗം ഞാനവിടെ പ്രസംഗിക്കുന്നത്. അത് എക്സ്പ്രസ് ട്രിബ്യൂണിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. ആകാർ പട്ടേൽ എഴുതിയ ഒരു ലേഖനമാണ്. ആ ലേഖനത്തിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നത് ഗോപാൽ ഗോഡ്സെയുടെ പുസ്തകത്തെക്കുറിച്ചാണ്. അതിന് ചരിത്രത്തിൽ എത്രമാത്രം തെളിവുകളുണ്ട് എന്നതൊന്നും എൻ്റെ പ്രശ്നമല്ല. മറിച്ച് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊല്ലാനുള്ള കാരണം വ്യക്തിപരമല്ല, അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം മതരാഷ്ട്രവാദത്തിൻ്റെ രാഷ്ട്രീയമാണ് എന്ന് പറയുക എന്നത് മാത്രമാണ്. ആ ലേഖനം വായിച്ചാൽ അറിയാം, ആ ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ആ പ്രസംഗത്തിൽ ഉടനീളം കടന്നു വന്നിട്ടുള്ളത്. ആ ലേഖനം ഒരു പുസ്തകത്തെ, ഗോപാൽ ഗോഡ്സെയുടെ പുസ്തകത്തെ അധികരിച്ചുകൊണ്ട് ഉള്ളതാണ്.
ആകാർ പട്ടേലിൻ്റെ ലേഖനം ഔട്ട്ലുക്കിലും പിന്നീടൊരവസരത്തിൽ പ്രസിദ്ധീകരിച്ചതായി ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഒന്നിലധികം പ്രസിദ്ധീകരണങ്ങളിൽ വന്ന ഒരു ലേഖനം. ആ ലേഖനത്തിൽ പരാമർശിക്കുന്നത് ഗോപാൽ ഗോഡ്സെയുടെ പുസ്തകത്തെക്കുറിച്ചാണ്. മറ്റു തെളിവുകൾ തേടി പോകാൻ താല്പര്യമുള്ളവർക്ക് അത് തേടിപ്പോകാവുന്നതാണ്, ഗവേഷണം നടത്താവുന്നതാണ്, അവരവരുടെ നിഗമനങ്ങളിൽ എത്താവുന്നതുമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജി കൊല്ലപ്പെട്ടത് വ്യക്തിപരമായ ശത്രുതയുടെ പേരിലായിരുന്നില്ല എന്നും അതിൻ്റെ കാരണം രാഷ്ട്രീയമാണ് എന്നും ആ രാഷ്ട്രീയം മതരാഷ്ട്രവാദത്തിൻ്റെ രാഷ്ട്രീയമാണ് എന്നും വിശദീകരിക്കുകയായിരുന്നു ലക്ഷ്യം. ആ ദിവസങ്ങളിൽ എപ്പോഴോ സമീപ സമയത്തെപ്പോഴോ വായിക്കാൻ ഇടവന്ന ഒരു പഴയ ലേഖനം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പ്രസംഗിച്ചത്. ആ ലേഖനം നമ്മുടെ മുൻപിൽ ഇപ്പോഴുമുണ്ട്. ചിലർ ആക്ഷേപിക്കുന്നത് പോലെ നാടകം കണ്ട് വിളിച്ചു പറഞ്ഞതല്ല, ഇതാണ് അതിൻ്റെ സോഴ്സ് എന്ന് വിശദമാക്കേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് വിശദമാക്കി എന്ന് മാത്രം. ഗാന്ധിജിയെ കൊന്നതിൻ്റെ കാരണം ഇതാണ് എന്നത് എൻ്റെ ബോധ്യം കൂടിയായതിനാൽ ആ കാര്യം പറഞ്ഞു എന്ന് മാത്രം. അതിൻ്റെ പേരിലാണ് ആദ്യത്തെ തെറിവിളികൾ ആരംഭിക്കുന്നത്. അവിടെ നിന്ന് ആരംഭിക്കുകയാണ് ഓരോന്നോരോന്നായി. ഇതിനിടയിൽ ചില പ്രതീതികൾ സൃഷ്ടിക്കാനും സോഷ്യൽ മീഡിയയെ ബോധപൂർവം ഉപയോഗപ്പെടുത്തുന്നുണ്ട് പലരും. അത് ചില അമൂർത്തമായ കാര്യങ്ങൾ പറഞ്ഞ് വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാതെ ഒരു പുകമറ സൃഷ്ടിക്കുക. അത്തരക്കാർ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പോലും അറിയാത്ത ഒരാളാണ് ഇയാൾ എന്ന്. എന്താണ് അതിൻ്റെ പിന്നിലുള്ള കഥ? നിയമസഭാ രേഖകൾ സാക്ഷിയാണ്. നിയമസഭയിൽ ഒരിക്കൽ നടന്ന ഒരു ചർച്ചയിലാണ് പ്രതിപക്ഷ നേതാവുമായി ഒരു തർക്കമുണ്ടാവുന്നത്. അതിനെ തുടർന്ന് ആജ്ഞാനുവർത്തികളായ കൂലിപ്പടയാളികൾ, അടിമവേലക്കാർ നവമാധ്യമങ്ങളിലൊരു വലിയ പ്രചാരവേല അഴിച്ചുവിട്ടു. സ്റ്റേറ്റ് എന്ന് മാത്രമേ പറയൂ, അതിനെ സംബന്ധിച്ച് മറ്റൊന്നും പറയില്ല. ഇത്തരം പുകമറകൾക്ക് പലപ്പോഴും മറുപടി പറയാൻ നിൽക്കാത്തത് ഇത്തരക്കാർ ഒരു സൗകര്യമായി എടുക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു ആ തർക്കം? ആ തർക്കം ആർട്ടിക്കിൾ 293 ഇന്ത്യൻ ഭരണഘടന, അതാണ് അന്ന് നിയമസഭയിൽ തർക്ക വിഷയമായി മാറിയത്. എന്താണ് ആർട്ടിക്കിൾ 293? അത് ബോറോയിങ് ബൈ സ്റ്റേറ്റ്, അതാണ് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെ സംബന്ധിച്ചാണ് പറയുന്നത്. 292 കേന്ദ്രത്തിൻ്റെ കടമെടുപ്പിനെ കുറിച്ചാണ്. 293 അന്ന് തർക്ക വിഷയമാവാൻ കാരണം കിഫ്ബി കടമെടുക്കുന്നത് ഇതിൻ്റെ പരിധിയിൽ വരുമോ എന്നതാണ് പ്രശ്നം. പരിഹസിക്കുന്നവർ പലപ്പോഴും ഈ കാര്യം എന്ത് എന്ന് അന്വേഷിക്കുന്നില്ല. ആർട്ടിക്കിൾ 293 പരിധിയിൽ കിഫ്ബിയുടെ കടമെടുപ്പ് വരില്ല എന്നും 293 ബോറോയിങ് ബൈ സ്റ്റേറ്റ് ആണ്, സംസ്ഥാനങ്ങളുടെ കടമെടുപ്പാണ്, അതിൻ്റെ പരിധിയിൽ കിഫ്ബി വരില്ല എന്നാണ് എൻ്റെ വാദം. എന്തുകൊണ്ട്? സ്റ്റേറ്റിൻ്റെ നിർവചനത്തിൽ കിഫ്ബി പെടുമോ എന്നാണ് ചോദ്യം. പെടില്ല എന്നാണ് അന്നത്തെ അഭിപ്രായം, ഇന്നത്തെ അഭിപ്രായം, എന്നത്തെയും അഭിപ്രായം. എന്തുകൊണ്ട് പെടില്ല? പ്രതിപക്ഷം ഉൾപ്പെടെ എല്ലാവരും കൈകോർത്ത് പാസാക്കിയ നിയമമാണ് കിഫ്ബി നിയമം. കിഫ്ബി നിയമത്തിൻ്റെ സെക്ഷൻ 4 സബ് ക്ലോസ് 2 പ്രകാരം കിഫ്ബിയെ നിർവചിക്കുന്നുണ്ട്. കിഫ്ബി എന്ന ബോർഡിനെ നിർവചിക്കുന്നത് ദ ബോർഡ് ഷാൽ ബി എ ബോഡി കോർപ്പറേറ്റ് എന്നാണ്. കിഫ്ബി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ആണ് എന്നല്ല, ഒരു ബോഡി കോർപ്പറേറ്റ് ആണ് എന്നാണ്. അതാണ് നിയമസഭയിൽ ചൂണ്ടിക്കാണിച്ചത്. സ്റ്റേറ്റിൻ്റെ പരിധിയിൽ കിഫ്ബി പെടില്ല, കിഫ്ബി ബോഡി കോർപ്പറേറ്റ് ആണ് എന്നാണ്. ഇത് എക്കാലത്തെയും അഭിപ്രായമാണ്. അത് കിഫ്ബി നിയമത്തെയും ഇന്ത്യൻ ഭരണഘടനയെയും മുന്നിൽ വെച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പരിഹസിക്കുന്നവർക്ക് എന്താണ് പരിഹസിക്കുന്നതെന്നറിയില്ല. പരിഹസിക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ തീർച്ചയായും അതാരെയാണ് പരിഹസിക്കേണ്ടത് എന്ന് ഈ വിഷയം പരിശോധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. ഇതിപ്പോൾ പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു രസകരമായ വിവാദം എന്ന് തോന്നിയതുകൊണ്ട് എങ്ങനെയൊക്കെയാണ് കള്ളന്മാർ പ്രതീതി സൃഷ്ടിക്കുന്നത് എന്ന് മുന്നിൽ തെളിഞ്ഞു വരുമ്പോൾ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. സുഹൃത്തുക്കളെ, അന്ന് നിയമസഭയിൽ പറഞ്ഞ കിഫ്ബിയെയും സ്റ്റേറ്റിനെയും കടമെടുപ്പിനെയും കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിലപാടുകൾ എല്ലാ കാലത്തുമുള്ള നിലപാടാണ്. ആ നിലപാടിൽ നിന്ന് ഞങ്ങളാരും പുറകോട്ട് പോയിട്ടില്ല. അതിൻ്റെ പേരിൽ
വിവാദമുണ്ടാക്കുന്നവരെ നയിക്കുന്നത് എന്ത് താല്പര്യമാണ് എന്ന് എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ്. ഇങ്ങനെ പരിഹാസം നീണ്ടുപോവുകയാണ്. ഈ പരിഹാസത്തിൽ ഏറ്റവും രസകരമായൊരു വസ്തുത, ഏതാണ്ടൊരു 10 കൊല്ലം മുൻപ് ഒരു ഇൻ്റർവ്യൂവിലോ മറ്റോ പറയുന്നു, അതും തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകൾക്കിടയിൽ, അന്നും സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ്. പറഞ്ഞ കൂട്ടത്തിൽ ഒരു നാവുപിഴ സംഭവിച്ചു. എലിയട്ട് എന്ന് പറയുന്നതിന് പകരം വേഡ്സ്വർത്ത് എന്ന് പറഞ്ഞു. ഒരു പേര് മാറിപ്പോയി. അതാണ് പരിഹാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിനം. ഇയാൾക്ക് എലിയട്ടിനെ അറിയില്ല, വേഡ്സ്വർത്തിനെയും അറിയില്ല, ആവശ്യമില്ലാതെ ഇയാൾ ഉദ്ധരണികൾ ഉപയോഗിക്കുന്നു എന്നിങ്ങനെ. നാവുപിഴ എന്നത് മനുഷ്യ സഹജമായ ഒരു കാര്യമല്ലേ? നാവുപിഴയ്ക്ക് പരിഹസിക്കുന്ന മനുഷ്യർ ഈ ലോകത്തെവിടെയെങ്കിലും ഉണ്ടാവുമോ? എന്നെ അതിശയിപ്പിച്ചത് മറ്റൊന്നാണ്. ചില വിദ്വാൻമാർ ഇത് ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ആ പരിഹാസത്തിൻ്റെ കൊടി വാങ്ങി കയ്യിൽ ഉയർത്തിപ്പിടിക്കുന്നത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായി ഇപ്പോൾ മാറിയിട്ടുള്ള ശ്രീ VT ബൽറാമാണ്. അത് അതിശയകരമായിരിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലും നാവ് പിഴയ്ക്കാത്ത കമ്പ്യൂട്ടർ മനുഷ്യരാണോ ഇവരെല്ലാം എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഏതായാലും അങ്ങനെ ഒരാളല്ല. എനിക്ക് നാവ് പിഴ സംഭവിക്കാം. ചിലപ്പോൾ വ്യക്തികളുടെ പേരുകൾ, ചിലപ്പോൾ സ്ഥലപ്പേരുകൾ, ചിലപ്പോൾ വർഷം, ചിലപ്പോൾ ഒരു വാക്ക് പകരം തെറ്റായ ഒരു വാക്ക് കടന്നു വരിക. ഇതൊക്കെ നിരവധിയായ പ്രസംഗങ്ങൾക്കിടയിൽ ചിലപ്പോൾ സംഭവിക്കാവുന്നതേയുള്ളൂ. ഇതെല്ലാവർക്കും സംഭവിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഭൂതക്കണ്ണാടി വെച്ച് സൂക്ഷിച്ചു നോക്കി 2-3 നാവുപിഴകളാണ് എടുത്തുകൊണ്ടുവരുന്നത്. അത് പ്രചരിപ്പിക്കുന്നു, ആഘോഷിക്കുന്നു. ആ സവിശേഷമായ മാനസികാവസ്ഥയ്ക്ക് ആധുനിക വൈദ്യശാസ്ത്രം പോലും എന്തെങ്കിലും പ്രതിവിധി നിർദ്ദേശിക്കുന്നുണ്ടോ എന്നറിഞ്ഞുകൂടാ. ഏതായാലും അത്തരം പരിഹാസങ്ങൾ നടക്കട്ടെ. പരിഹസിക്കുന്നവരോട് എനിക്ക് പരിഭവമില്ല, പ്രത്യേകിച്ചൊന്നും പറയാനുമില്ല. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഈ പരിഹാസത്തിൽ കൈകോർക്കുമ്പോൾ അവരെ ചിലത് ഓർമ്മിപ്പിക്കാതിരിക്കാനാവില്ല. അത് സംഘപരിവാർ നേതൃത്വത്തിലുള്ളവരാകുമ്പോൾ അവരെ എനിക്ക് വിനയത്തോടെ ഓർമ്മിപ്പിക്കാനുള്ളത്, നാവുപിഴ എന്നത് ആരുടെയും കുത്തകയല്ല, ആർക്കും എപ്പോഴും സംഭവിക്കാവുന്നതാണ്. നിങ്ങളുടെ നേതാവല്ല, ഇപ്പോൾ രാജ്യത്തിൻ്റെ തന്നെ പ്രധാനമന്ത്രിയായി പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ ശ്രീ നരേന്ദ്രമോദി ഒരിക്കൽ ചെറുതായി ഒന്ന് നാവ് പിഴച്ചു. നമുക്കൊന്ന് കാണാം. गांधी की इच्छा पूरी करेंगे। मोहनलाल करमचंद गांधी हैं तो बिहार ने मोहनलाल करमचंद गांधी जी को महात्मा बना दिया, बापू बना दिया था. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ അദ്ദേഹം മോഹൻലാൽ എന്ന് അഭിസംബോധന ചെയ്യുന്നത് ഒരിക്കലും ബോധപൂർവമല്ല. അതിൽ ഗൂഢാലോചനയുമില്ല, ഒരു ദുഷ്ടബുദ്ധിയുമില്ല. അത് ഒരു നാവുപിഴയാണ്. ഇതിനാണ് നാവുപിഴ എന്ന് പറയുന്നത്. പ്രധാനമന്ത്രിക്കും പറ്റാം എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഇനി ബൽറാമിനെ പോലെയുള്ളവർക്ക് നമുക്ക് മറ്റൊരു നാവുപിഴ കാണാം. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബഹുമാനനായ കെ സുരേന്ദ്രൻ അവറുകളെ, കെ സുധാകരൻ അവറുകളെ, ഇതിൽ ഒരു ലോകസഭാംഗത്തിനാണ് നാവ് പിഴയ്ക്കുന്നത്. പാർലമെന്റ് അംഗമാണ് അദ്ദേഹം. KPCC പ്രസിഡന്റിന്റെ പേര് പറയുമ്പോൾ അത് BJPയുടെ പ്രസിഡന്റിന്റെ പേരായി മാറുന്നു. ബോധപൂർവമല്ല, ഇതൊരു കുറ്റവുമല്ല, ശിക്ഷിക്കാൻ വകുപ്പുമില്ല. ഇപ്പോൾ ഒരേ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആയുധങ്ങളുമായി ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന കോൺഗ്രസിൻ്റെയും സംഘപരിവാരത്തിൻ്റെയും പോരാളികളെ സംബന്ധിച്ചിടത്തോളം ഈ നാവുപിഴകളൊക്കെ നല്ല നാവുപിഴകളാണ്, പൊറുക്കാവുന്ന നാവുപിഴകളാണ്. എന്നാൽ എനിക്കേതെങ്കിലും സാഹചര്യത്തിൽ ഒരു നാവുപിഴ ഉണ്ടായാൽ അത് ആക്രമിക്കേണ്ട, ദ്വയാർത്ഥ പ്രയോഗം നടത്തേണ്ട, അധിക്ഷേപിക്കേണ്ട, പരിഹസിക്കേണ്ട നാവുപിഴയാണ്. അത് ഞാനും അങ്ങനെ തന്നെ അംഗീകരിച്ചു തരുന്നു. പക്ഷേ പരിഹാസത്തിൻ്റെ കൊടിയെടുത്ത് തോളത്ത് വയ്ക്കുമ്പോൾ ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്ന സർവ്വസാധാരണമായൊരു കാര്യമാണെന്നും ഇത്തരം നാവുപിഴകളെയൊക്കെ സമൂഹം ആ നിലയിലാണ് കാണുന്നതെന്നും അതിൻ്റെ പേരിൽ പരിഹസിക്കാനും ആക്രമിക്കാനും ഇറങ്ങിപ്പുറപ്പെടുന്നവരുടെ മാനസികാവസ്ഥ മാത്രമാണ് ജനങ്ങളുടെ മുൻപിൽ അനാവരണം ചെയ്യപ്പെടുന്നതെന്നും ഓർത്താൽ നല്ലത്. ഇനിയും
എത്ര നാവുപിഴകൾ, ആളുകളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്ത നാവുപിഴകൾ നമ്മുടെ മുന്നിലുണ്ട്, ചുറ്റുപാടുമുണ്ട്, ചരിത്രത്തിലെമ്പാടുമുണ്ട്. പക്ഷേ ആ നാവുപിഴകളെയൊക്കെ പരിഹസിക്കാനും അധിക്ഷേപിക്കാനും ആക്രമിക്കാനും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉപയോഗിക്കാൻ ആരെങ്കിലും മുതിരുമോ എന്നെനിക്കറിയില്ല. അങ്ങനെ മുതിരുന്നവർക്ക് ഇനിയും അതിന് ആരോഗ്യമുണ്ടാവട്ടെ. ഇനിയും സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഞാൻ തന്നെ നടത്തിയ പ്രസംഗങ്ങളിൽ വേറെയും നാവുപിഴകൾ ഉണ്ടാവാം. അത്തരം കാര്യങ്ങളെല്ലാം ചികഞ്ഞെടുത്ത് ആക്രമണം നടത്താൻ എൻ്റെ എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. ഇതിനിടയിലാണ് കേരള സാഹിത്യ അക്കാദമി ഒരു അവാർഡ് പ്രഖ്യാപിച്ചത്. വലിയ ആക്രമണങ്ങളും വിമർശനങ്ങളും തുടർന്നുണ്ടായി. ആ ദിവസം പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുകയായിരുന്നതിനാൽ ഇതൊന്നും ഞാൻ അറിഞ്ഞതേയില്ല. രാത്രി യോഗം പിരിഞ്ഞു കഴിഞ്ഞാണ് വിവരമറിഞ്ഞത്. ഉടനെ അവാർഡുകൾ സംബന്ധിച്ച് വളരെ മുൻപ് തന്നെ സ്വീകരിച്ചിട്ടുള്ള നിലപാട് പരസ്യപ്പെടുത്തി. ഉടനെ അവാർഡ് നിരസിച്ചതിനെക്കുറിച്ചായി പരിഹാസം. അവാർഡ് സ്വീകരിച്ചിരുന്നെങ്കിൽ ആ പരിഹാസമാണ് പ്രഖ്യാപിച്ചപ്പോഴുണ്ടായത്. നിരസിച്ചപ്പോൾ പുതിയ പരിഹാസം. അവാർഡ് സ്വീകരിച്ചാലും നിരസിച്ചാലും ആക്രമിക്കണം, പരിഹസിക്കണമെന്നത് ആദ്യമേ ഉള്ള തീരുമാനമാണ്. നിങ്ങൾ എന്തു ചെയ്താലും നിങ്ങൾ ആക്രമിക്കപ്പെടും എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അതിൻ്റെ കാരണം നിങ്ങളുടെ രാഷ്ട്രീയമാണ്, അതുമാത്രമാണ്. ഇനി അവാർഡിന് അർഹമായി തിരഞ്ഞെടുത്ത പുസ്തകത്തെക്കുറിച്ചാണ് കുറച്ചായി വലിയ അസ്വസ്ഥതകൾ പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഇത്തരത്തിലുള്ള വങ്കത്തരങ്ങൾക്കെതിരെ പലപ്പോഴും ചെയ്യുന്നത് പോലെ നിശബ്ദത പാലിക്കുക എന്നതായിരുന്നു ഇപ്പോഴും സ്വീകരിക്കാൻ ഉദ്ദേശിച്ചത്. എന്നാൽ ഇത് ഏതാനും ചില മലിനമനസ്കന്മാരിൽ മാത്രമല്ല, അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെങ്കിലും കേരളത്തിൽ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഒരു ടെലിവിഷൻ ചാനലും എടുത്ത് തലയിൽ വയ്ക്കുന്നു. ചാനൽ വേറെയൊന്നുമല്ല, ജമായത്തിൻ്റെ ചാനലാണ്. ജമായത്ത് സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ നിലപാടിൻ്റെ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് ഒരു അസോസിയേറ്റ് ഘടകകക്ഷിയെങ്കിലും ആവാനുള്ള തത്രപ്പാടിനിടയിൽ ഇതൊക്കെ സ്വാഭാവികമായി കടന്നു വരും എന്ന് എല്ലാവർക്കും ഊഹിക്കാവുന്നതേയുള്ളൂ. എങ്കിലും അത്തരമൊരു ഘട്ടത്തിൽ അതിനെക്കുറിച്ചും രണ്ട് വാക്ക് പറയാതെ നിർവാഹമില്ല. DC ബുക്സ് പ്രസിദ്ധീകരിച്ച പൂക്കളുടെ പുസ്തകത്തെക്കുറിച്ചാണ് വിമർശനം. അതൊരു തല്ലിപ്പൊളി പുസ്തകമാണ്, അത് കൊള്ളാത്ത പുസ്തകമാണ്, അത് കോപ്പിയടിച്ച പുസ്തകമാണ് എന്നിങ്ങനെ പോകുന്നു വിമർശനങ്ങൾ. ആ വിമർശനങ്ങൾക്ക്, അത്തരം പൊതുവിമർശനങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല. അത് വായനക്കാർ തീരുമാനിച്ചു കൊള്ളട്ടെ. ആ പുസ്തകത്തിൽ തന്നെ, ആമുഖത്തിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്കിത് സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം. അത് വായനക്കാരൻ്റെ സ്വാതന്ത്ര്യമാണ്. ഏത് പുസ്തകത്തിൻ്റെയും വിധികർത്താക്കൾ വായനാ സമൂഹമാണ്. മാത്രവുമല്ല, ആ പുസ്തകത്തിൻ്റെ ആമുഖം ആരംഭിക്കുന്നത് തന്നെ ഇതൊരു സസ്യശാസ്ത്ര ഗ്രന്ഥമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഗഹനമായ മാനങ്ങളുള്ള പഠനവുമല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണത്? അത് പൂക്കളെക്കുറിച്ചുള്ള ചില കുറിപ്പുകൾ മാത്രമാണ്. അത് വായിച്ച് താല്പര്യമുള്ളവരത് സ്വീകരിക്കും, അല്ലാത്തവരത് തള്ളിക്കളയും, അത്രമാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ആരോപണം, ഇത് കോപ്പിയടിയാണ്. എന്ത് കോപ്പിയടി? ആ പുസ്തകത്തിലെ 11 അധ്യായങ്ങളും ഒരർത്ഥത്തിൽ ഓർമ്മക്കുറിപ്പുകൾ കൂടിയാണ്. 10 പൂക്കളെയും ഒരു വൃക്ഷത്തെയും കുറിച്ചാണ് പുസ്തകം. അത് തിരഞ്ഞെടുത്തത് വ്യക്തിപരമായ കാരണങ്ങളാലാണ്. എനിക്ക് ആകർഷകത്വം തോന്നിയ പൂക്കളെക്കുറിച്ച്, എന്നിൽ സവിശേഷ ശ്രദ്ധയുണർത്തിയ പൂക്കളെക്കുറിച്ച് ആത്മനിഷ്ഠമാണ്, എൻ്റെ അനുഭവങ്ങളാണ്. അങ്ങനെയുള്ള പൂക്കളെക്കുറിച്ച് പറഞ്ഞ് പിന്നീട് ചരിത്രത്തിലും രാഷ്ട്രീയത്തിലും സംസ്കാരത്തിലുമൊക്കെ ആ പൂക്കൾക്കുള്ള ഇടം, എനിക്ക് ലഭിച്ച വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ആ കുറിപ്പുകൾ, അത്രയുമേ ഉള്ളൂ. അത് എങ്ങനെയാണ് കോപ്പിയടിക്കുക? ഇനി 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രയായി എന്ന് നമ്മൾ പറഞ്ഞാൽ ഉടനെ ഇത് വിക്കിപീഡിയയിൽ നിന്ന് എടുത്തതാണ് എന്ന് വേണമെങ്കിൽ പറയാം. 100 കണക്കിന് പുസ്തകങ്ങളിലും ഈ വാചകം ഉണ്ടാവും. ഇനി അത്തരമൊരു വസ്തുതയെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് നവമാധ്യമമായാലെന്ത്, മറ്റൊരു പുസ്തകമായാലെന്ത്? നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആ വിവരം നിങ്ങൾ സ്വീകരിച്ചാൽ മറ്റാർക്ക് എന്ത് ഛേദം? അതിൽ പരാമർശിക്കുന്ന അനുഭവതലം കഴിഞ്ഞാൽ ബാക്കി വരുന്ന പൂക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ, ആ വിവരങ്ങളൊന്നും ഞാൻ സ്വപ്നം കണ്ടതല്ല, പാരമ്പര്യമായി എനിക്ക് കിട്ടിയതുമല്ല. ഞാനത് ശേഖരിച്ചതാണ്.
അതിന് ധാരാളം പുസ്തകങ്ങളെയും നവമാധ്യമങ്ങളെയും ഉപയോഗിച്ചിട്ടുമുണ്ട്. രഹസ്യമല്ല, അത് ആമുഖത്തിൽ എഴുതി വച്ചിട്ടുമുണ്ട്. അക്ഷരമറിയുന്നവരൊക്കെ അത് വായിച്ചിട്ടുമുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ജമായത്ത് ചാനലിലെ പ്രകോപിതനായ മാധ്യമപ്രവർത്തകൻ അദ്ദേഹം പുസ്തകത്തിന് തീർപ്പ് കൽപ്പിക്കുന്നത് അത് വായിക്കാതെയാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അതെൻ്റെ ആരോപണമല്ല. അദ്ദേഹം പറയുന്നു ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല എന്ന്. പുസ്തകം വായിക്കാതെയും പുസ്തകത്തെക്കുറിച്ച് അഭിപ്രായം പറയാം എന്ന് അദ്ദേഹം തെളിയിക്കുകയാണ്. എനിക്കതിൽ കൂടുതലൊന്നും പറയാനില്ല. ആ പുസ്തകത്തിൽ എനിക്ക് ലഭിച്ച വിവരങ്ങൾ മറ്റു പുസ്തകങ്ങളിൽ നിന്നാണ്, നവമാധ്യമങ്ങളിൽ നിന്നാണ് എന്ന് ആ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലഭിച്ച പുസ്തകങ്ങളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അതിൽ കൊടുത്തിട്ടുമുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഇനി എല്ലാവരും ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന അതിലെ ഒരു പ്രശ്നം, അശോക പുഷ്പത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന അധ്യായത്തിൽ ഒരു ഭാഗത്ത് ഒരു ശ്ലോകം ചേർത്തിരിക്കുന്നു. ആ ശ്ലോകം യഥാർത്ഥത്തിലുള്ള ശ്ലോകമല്ല എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മാളവികാഗ്നിമിത്രത്തിൽ, കാളിദാസൻ രചിച്ച മാളവികാഗ്നിമിത്രത്തിൽ അശോക പുഷ്പത്തെക്കുറിച്ച് പരാമർശിക്കുന്നതായി സൂചിപ്പിച്ച് അവിടെ കൊടുത്ത ശ്ലോകം ഏതോ ഒരു ആയുർവേദ കുറിപ്പടിയാണ് എന്നാണ് വിമർശനം. ആ പുസ്തകം വായിച്ചിട്ടുള്ളവർക്കെല്ലാം എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് വ്യക്തമാണ്. എന്നാൽ പരിഹസിക്കാനും ഇതൊരായുധമായി എടുത്ത് ആക്രമിക്കാനും ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് അത് മനുഷ്യർ വായിക്കുന്നത് പോലെ ആവില്ല പുസ്തകം വായിച്ചിട്ടുണ്ടാവുക എന്നത് ഉറപ്പാണ്. ഇത് കോപ്പിയടിച്ചതാണെന്നാണ് ജമാഅത്തെ ഇസ്ലാമി ദൃഢമായി വിശ്വസിക്കുന്നത്. മാളവികാഗ്നിമിത്രത്തിൽ അശോക പുഷ്പത്തെക്കുറിച്ച്, അശോക വൃക്ഷത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനും അത് എഴുതാനും എനിക്ക് എവിടെ നിന്നും കോപ്പി അടിക്കേണ്ട കാര്യമില്ല എന്ന് ദയവായി ജമാഅത്ത് ചാനലെങ്കിലും മനസ്സിലാക്കണം. മറ്റൊന്നുകൊണ്ടുമല്ല, മാളവികാഗ്നിമിത്രം ഉൾപ്പെടെ കാളിദാസൻ്റെ നാടകങ്ങളായാലും ഭാസൻ്റെ നാടകങ്ങളായാലും മിക്കവാറുമെല്ലാം സിലബസിൻ്റെ ഭാഗമായോ അതിൻ്റെ തുടർച്ചയായോ പഠിക്കാൻ അവസരമുണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ എന്ന് ഞാൻ ദയവായി ഉണർത്തുകയാണ്. അതിന് വിക്കിപീഡിയ നോക്കേണ്ട ആവശ്യം ഇല്ല. എൻ്റെ സിലബസിൻ്റെ ഭാഗമായി തന്നെ പഠിക്കാൻ ഇടവന്നിട്ടുള്ള കാളിദാസ കൃതികളും ഭാസൻ്റെ കൃതികളും ഇവിടെ ഉണ്ട്, എൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ അശോക വൃക്ഷത്തെക്കുറിച്ച്, അശോക പുഷ്പത്തെക്കുറിച്ച് മാളവികാഗ്നിമിത്രത്തിൽ പറഞ്ഞിട്ടില്ല എന്നാണോ ഇനി ഇക്കൂട്ടർ ഉദ്ദേശിക്കുന്നത് എന്നും അറിയില്ല. അതൊരിടത്തല്ല, ഒരുപാടിടത്ത് മാളവികാഗ്നിമിത്രത്തിൽ പരാമർശിക്കുന്നുണ്ട്. പുസ്തകത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു കഥാപാത്രം എന്ന പോലെ മാളവികാഗ്നിമിത്രത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് അശോകവൃക്ഷവും പുഷ്പവും. എന്നാൽ ഈ വിമർശനത്തിന് അടിസ്ഥാനമായ കാരണം എന്താണ്? അതിന് താഴെ ചേർത്ത ശ്ലോകം മാളവികാഗ്നിമിത്രത്തിലുള്ളതല്ല എന്നതാണ്. അത് ശരിയുമാണ്. അതെങ്ങനെ സംഭവിച്ചു? അതാണ് ഞാൻ പറഞ്ഞത്. പുസ്തകം ഒരു തവണയെങ്കിലും വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. അതു കഴിഞ്ഞ് അടുത്ത വരുന്ന പാരഗ്രാഫുകളിൽ അശോക വൃക്ഷത്തിൻ്റെയും പുഷ്പത്തിൻ്റെയും എല്ലാം ആയുർവേദ ഗുണങ്ങൾ, ഔഷധ മൂല്യത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഔഷധ മൂല്യത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ചരക സംഹിതയിൽ ഉൾപ്പെടെ പരാമർശിക്കുന്ന കാര്യങ്ങളും അതിൻ്റെ ഔഷധ ഗുണവും വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ ചേർക്കേണ്ട ഒരു ശ്ലോകമാണ് അത് മാറി മറ്റൊരു പാരഗ്രാഫിൻ്റെ താഴെ വന്നുപോയത്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് പുസ്തകം അച്ചടിക്ക് തയ്യാറാക്കുന്ന സമയത്ത് ടൈപ്പ് സെറ്റ് ചെയ്യുമ്പോഴോ മറ്റോ പറ്റിയ ഒരു കയ്യബദ്ധമായിരിക്കണം. അത് പ്രൂഫ് വായിച്ച് കൃത്യമായി തിരുത്താൻ സാധിക്കാതെ പോയി എന്നതാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതേയുള്ളൂ. ഒരു പുസ്തകത്തിൽ ഒരു ഭാഗത്ത് പരാമർശിക്കുന്ന കാര്യങ്ങളോട് ചേർന്ന് വരുന്ന ഒരു ശ്ലോകം, അത് ചില വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് ചരക സംഹിതയിലെ ശ്ലോകമാണ്. ആ ശ്ലോകം ചരക സംഹിതയിൽ ഉണ്ടോ എന്നെനിക്കറിയില്ല. അത് ചക്രദത്തത്തിലും ഭാവപ്രകാശ നിഘണ്ടുവിലും ഉള്ളതായി അറിയാം. അവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്. അത് മുൻ പാരഗ്രാഫിൽ കൊടുത്തുപോയി എന്നതാണ് പറ്റിയ പ്രശ്നം. 72ാമത്തെ പേജിൽ വന്ന ശ്ലോകം 73ാമത്തെ പേജിൽ വരേണ്ടതായിരുന്നു. ഇതാണ് അഖില ലോക പ്രശ്നമായി അവതരിപ്പിക്കപ്പെട്ടത്. ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത ഏറ്റവും ഗുരുതരമായ
ഉടനടി തൂക്കിലേറ്റേണ്ട ഒരു കുറ്റകൃത്യമാണ് ഒരു പാരഗ്രാഫ് മാറി ഈ ശ്ലോകം വന്നുവിട്ടത്. അത് മാളവികാഗ്നിമിത്രത്തിലെ ശ്ലോകമല്ല, അത് തെറ്റായി പരാമർശിക്കപ്പെട്ടതാണ്. മാളവികാഗ്നിമിത്രത്തിലെ ശ്ലോകം ഒരുപാട് ശ്ലോകങ്ങളുണ്ടായിരുന്നു. അശോകത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ശ്ലോകങ്ങളെല്ലാം കൊടുത്താൽ അതൊരു ആധിക്യം വരും. ഒരു ലളിത വായനയ്ക്ക് വേണ്ടി ഉദ്ദേശിച്ച ഒരു പുസ്തകത്തിൽ ഒരുപാട് ശ്ലോകങ്ങൾ വരുന്നത് ഉചിതമല്ല എന്നു കരുതി വാക്കാൽ പ്രസാധകരോട് ആ ശ്ലോകങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ശ്ലോകങ്ങളെല്ലാം മാറ്റി പകരം മാളവികാഗ്നിമിത്രം എന്ന് ബ്രാക്കറ്റിൽ കൊടുത്ത ആ ഭാഗത്ത് തൊട്ട് അടുത്ത് കൊടുക്കേണ്ട ശ്ലോകം മാറിക്കൊടുത്തു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതിനെയാണ് ഇത്ര വലിയ പരിഹാസത്തിൻ്റെയും അധിക്ഷേപത്തിൻ്റെയും എല്ലാം ഒരു കാരണമായി ഉയർത്തിക്കൊണ്ടുവരുന്നത്. എങ്കിലും വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും തുടർന്നുള്ള പതിപ്പുകളിൽ അടുത്ത പാരഗ്രാഫിൻ്റെ താഴെ തന്നെ ഈ ശ്ലോകം ചേർക്കും, ഉചിതമായ സ്ഥലത്ത് തന്നെ ചേർക്കും എന്ന് പറയുകയേ ഇപ്പോൾ നിർവാഹമുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കാലത്തെ പുസ്തക നിരൂപണം ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെയാണ് വിമർശിക്കപ്പെടുന്നത്. വിമർശിക്കാം, ഇതൊക്കെയാണ് ആക്രമണത്തിനിരയാക്കുന്നത്. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്താൻ, അധിക്ഷേപിക്കാൻ, കൃത്രിമമായ ദൃശ്യങ്ങൾ ഉണ്ടാക്കാൻ, എൻ്റെ ചിത്രങ്ങൾ വികൃതമായി അവതരിപ്പിക്കാൻ ഒക്കെ ശിങ്കിടി പുങ്കന്മാരെയും കൂട്ടി പടപ്പുറപ്പാട് ഇറങ്ങുന്നവർ ഇതാണ് ആയുധമാക്കുന്നത്. വേറെയും സമാനമായ ചില വിമർശനങ്ങളുണ്ട്. LTT നേതാവായി കൊല്ലപ്പെട്ട രക്തസാക്ഷിയുടെ പേര് പരാമർശിച്ചപ്പോൾ അതിൽ ഏലിയാസ് എന്നൊരു വാക്ക് കടന്നു വന്നു. എഴുതി കൊടുത്തത് ശങ്കർ എന്ന സത്യനാഥൻ എന്ന സുരേഷ് എന്നു തന്നെയാണ്. എന്നാൽ അച്ചടിക്ക് തയ്യാറാക്കുന്ന സമയത്ത് അത് കൈകാര്യം ചെയ്യുന്നവർക്ക് 2 എന്ന വരുമോ എന്നൊരു സംശയം തോന്നിയതിൻ്റെ ഭാഗമായോ മറ്റോ അത് ശരിപ്പെടുത്താൻ ശ്രമിച്ചതാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇതെല്ലാം ഒരു പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഗൗരവതരമായ പ്രശ്നങ്ങളാണോ, അത് ഒരാളെ ആക്രമിക്കാൻ കാരണമാകുന്നതാണോ എന്ന കാര്യത്തിൽ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ചില ആളുകൾ ഇതൊക്കെ എടുത്തുകൊണ്ടാണ് ആക്രമിക്കുക എന്ന് നാം കാണണം. ഏറ്റവും ഒടുവിൽ ചില കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്, ഒടുവിൽ ഖാൻ അൻസറിൻ്റെ 2-3 വരികൾ എടുത്തു ചേർത്തു. അയാൾ ആരാണ്? അദ്ദേഹത്തിൻ്റെ ഭൂതകാലം പരിശോധിക്കുകയും നിലപാടുകൾ, രാഷ്ട്രീയം ഇതൊക്കെയാണ് ചർച്ച ചെയ്തു കൊണ്ടുവരുന്നത്. ഞാൻ ഖാൻ അൻസർ മഹാകവിയാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. എനിക്കിഷ്ടം തോന്നിയ 2-3 വരികൾ ആ പേര് പറഞ്ഞു തന്നെ അവിടെ ചേർക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരാളുടെ പേരിലും അല്ല അത് വന്നിട്ടുള്ളത്. സാഹിത്യത്തെ, കവിതയെല്ലാം സമീപിക്കുന്നതിൽ ഞാനെപ്പോഴും സ്വീകരിക്കുന്ന സമീപനം അതാണ്. എസ്ര പൗണ്ടിൻ്റെ കൃതികൾ വായിക്കാനെടുക്കുമ്പോൾ ഇവിടെ രാഷ്ട്രീയം എന്നെ അലോസരപ്പെടുത്തിയിട്ടില്ല. വിശ്രുതനായ നട്ട്ഹംസന്റെ ഹങ്കർ വായിക്കാനെടുക്കുമ്പോൾ ഹിറ്റ്ലറുടെ മുൻപിൽ നോബൽ പതക്കങ്ങൾ അടിയറ വെച്ച ഒരാളാണ് ഇയാൾ എന്നത് എൻ്റെ പ്രശ്നമേ അല്ല. രാമായണം വായിക്കുമ്പോൾ വാൽമീകിയുടെ പൂർവാശ്രമത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നയാളുമല്ല ഞാൻ. ചിനാർ ഇലകളെ സംബന്ധിച്ച്, ചിനാറിനെ സംബന്ധിച്ച് ഏറെക്കുറെ അർത്ഥപൂർണമെന്ന് തോന്നുന്നൊരു പരാമർശമുള്ള വരി എന്ന നിലയിൽ മാത്രമാണ് അത് എടുത്തുപയോഗിച്ചത്. എന്നാൽ അത് ഇപ്പോൾ ഇവിടെ എഴുതിയ കവിത എന്ന നിലയിലുള്ള ഒരു തോന്നൽ അത് വായിക്കുമ്പോൾ വായനക്കാരിൽ ഉണ്ടാകുന്നു എങ്കിൽ അത് പരിഹരിക്കേണ്ടതാണ് എന്ന് മാത്രം. വളർന്നു വരുന്ന ഒരു തലമുറ മണ്ണിനെയും പ്രകൃതിയെയും സസ്യജാലങ്ങളെയും കുറിച്ചെല്ലാം ആകുലപ്പെടുന്നവരും അതിനെല്ലാം പ്രാധാന്യം കൽപ്പിക്കുന്നവരുമായി വന്നാൽ നല്ലത് എന്ന ചിന്തയാണ് ആ പുസ്തകം തയ്യാറാക്കുമ്പോഴുണ്ടായിരുന്നത്. അക്കാര്യത്തിൽ ഞാൻ സംതൃപ്തനുമാണ്. ചുരുക്കി പറഞ്ഞാൽ, ഇടതുപക്ഷ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നവർക്കെതിരെ, അങ്ങനെ നിലപാട് സ്വീകരിക്കുന്ന ഒരാൾ സ്ഥാനാർത്ഥിയായാൽ സ്ഥാനാർത്ഥിക്കെതിരെ, ആ സ്ഥാനാർത്ഥി ആരെങ്കിലും പിന്തുണച്ചാൽ പിന്തുണയ്ക്കുന്നവർക്കെതിരെ പലതരം മാനസിക സവിശേഷതകളുമായി ഒരു കൂട്ടർ തയ്യാറായി നിൽക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ തീർത്തുകളയും എന്നാണ് ഭാവം. അതിന് ഏത് തരം താഴ്ന്ന മാർഗങ്ങളും ഈ കൂട്ടർ അവലംബിക്കും. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, തെറി അഭിഷേകം, പരിഹാസം, അശ്ലീലം എല്ലാം വാരി വിതറിക്കൊണ്ടേയിരിക്കും. പക്ഷേ തൽക്കാലം ഞാനതൊന്നും സ്വീകരിക്കുന്നില്ല. ഞാൻ സ്വീകരിക്കാത്തതൊന്നും എൻ്റേതായി മാറുകയുമില്ല. നിങ്ങളൊരു 100 രൂപ എനിക്ക് തന്നാൽ ഞാനത് വാങ്ങുകയാണെങ്കിൽ മാത്രമേ എൻ്റേതായി മാറൂ. അതുപോലെ നിങ്ങൾ എന്നെ ഒരു തെറി വിളിച്ചാൽ ഞാനത് സ്വീകരിക്കുന്നുവെങ്കിൽ മാത്രമേ അതെന്നെ ബാധിക്കൂ. സ്വീകരിക്കാത്തിടത്തോളം അത് നിങ്ങളുടെ സ്വത്തായി തന്നെ ഇരിക്കും. അതവിടെ ഇരിക്കട്ടെ. ഒന്നേ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളൂ, ഇതിലുമേറെ ഓരോ ഇടതുപക്ഷക്കാരനും ചരിത്രത്തിൽ നേരിട്ടിട്ടുണ്ട്.
ഇപ്പോൾ പത്രമേൽപ്പിച്ച പ്രത്യേക അസൈൻമെൻ്റ് ആണോ എന്നറിയില്ല എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ആ പത്രത്തിൽ പിച്ച വെച്ച കാലത്ത് അന്ന് മുതിർന്നവരായിട്ടുള്ളവരോട് ചോദിച്ചാൽ അറിയാം, ഇതിനേക്കാൾ വലിയ ആക്രമണങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. അതിനെയൊക്കെ നേരിട്ടാണ് ഞങ്ങൾ മുൻപോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ പാതയിൽ ഇപ്പോൾ ഊർജ്ജസ്വലരായി നിൽക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായ ആശംസകൾ. ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുക. ഈ ദിശയിൽ തന്നെ നിങ്ങൾ മുൻപോട്ട് പോവുക. നിങ്ങളുടെ ആക്രമണങ്ങളും അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും കേട്ട് ഞാൻ പേടിച്ചു പോകുമോ എന്ന് നമുക്ക് നോക്കാമല്ലോ. ചിലപ്പോൾ അങ്ങനെ പേടിച്ചു പോയാലോ. അതുകൊണ്ട് കൂടുതൽ കരുത്തോടെ ഊർജിതമായി ഈ ആക്രമണങ്ങൾ നിങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. ഒരിടവേളയും കൊടുക്കാതെ അത്തരം ആക്രമണങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി.